ഹായ് ഗൈസ്, നമുക്കിന്ന് ഫോൺ എങ്ങനെ കസ്റ്റമൈസ് ചെയ്യാം അങ്ങനത്തുള്ള കുറച്ച് ഹിഡൻ ഫീച്ചേഴ്സ് എങ്ങനെയാണ് അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് സർക്കിൾ ടു സെർച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, എ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് റൗണ്ട് കൊടുത്താൽ മതി. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഹോം ബട്ടണത്ത് കുറച്ച് ലോങ് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ജസ്റ്റ് ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. അപ്പോൾ നമുക്ക് എന്താണ് സെർച്ച് ചെയ്യേണ്ടത് അതിനകത്ത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് കിട്ടും. ഇപ്പോൾ ജസ്റ്റ് നാനിയുടെ ഒരു ഫോട്ടോ സെർച്ച് ചെയ്ത് കൊടുത്തപ്പോൾ നാനിയുടെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും വേറെ ഫോട്ടോസൊക്കെ നമുക്ക് ഇങ്ങനെ കിട്ടും. എന്നിട്ട് ഇപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഹോം ബട്ടണിനകത്ത് ലോങ് പ്രസ് ചെയ്യുക. ഹോം ബട്ടണിനകത്ത് ജസ്റ്റ് ലോങ് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു വിൻഡോ ഓണായി വരും. അപ്പോൾ ഇപ്പോൾ മോട്ടറോള എഡ്ജ് 60 ഇപ്പോൾ ജസ്റ്റ് ആ ഫോണിനകത്തൊന്ന് സർക്കിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെർച്ച് ചെയ്തിട്ടുള്ള ഓപ്ഷൻ കിട്ടും. രണ്ടാമത്തെ ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആംബിയന്റ് ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പോൾ കോളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ സൈഡിൽ ജസ്റ്റ് ലൈറ്റൊക്കെ ഇങ്ങനെ ഓൺ ആയിട്ട് വരും. അപ്പോൾ ആംബിയന്റ് ലൈറ്റ് എഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കസ്റ്റം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻകമിംഗ് കോൾസിന് വേണമെങ്കിൽ ചെയ്യാം, നോട്ടിഫിക്കേഷൻ ചെയ്യാം, പിന്നെ മ്യൂസിക്കിന് ചെയ്യാം. അപ്പം ഇൻകമിംഗ് കോൾസ് ഒക്കെ വരുന്ന സമയത്ത് ഈ രണ്ട് സൈഡിൽ കൂടെ ഏതാണ്ട് ഇങ്ങനെ ഒരു ലൈറ്റിൻ്റെ എഫക്റ്റ് ഉണ്ട്, ഒരു ഡൈനാമിക് പോലത്തെ. അപ്പോൾ നമുക്ക് ഏത് കളർ വേണം, ഏത് പാറ്റേൺ വേണം ഒക്കെ ചൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതാണ് ഇപ്പം കസ്റ്റമായിട്ട് ഇട്ടേക്കുന്നത്. ഇതൊരു രണ്ടാമത്തെ ഒരു ഫീച്ചറാണ്. പിന്നെ നമുക്ക് മൂന്നാമത് ഇതിനകത്തൊരു ഫീച്ചർ ഉള്ളതെന്ന് പറഞ്ഞാൽ അതിനകത്ത് അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മളത് സെറ്റിങ്സിൽ പോയിട്ട് മോർ എടുത്തിട്ട് അതിനകത്ത് അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞിട്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അത് അഗ്രി ചെയ്ത് കൊടുത്താൽ കഴിഞ്ഞാൽ നമുക്ക് വോളിയം ബട്ടണ് 1x 2x വെച്ചിട്ടൊക്കെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എന്താണ് ടേക്ക് എ ഫോട്ടോ, റെക്കോർഡ് എ വീഡിയോ, ടേൺ ഓഫ് സ്ക്രീൻ, അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് നമുക്ക് ഈ വോളിയം ബട്ടൺസ് വെച്ചിട്ടാണ് സെറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ അത് ടാപ്പ് ടു ഹോൾഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റും. അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി അത് ഇനേബിൾ ആവും. പിന്നെ ഇത് കണ്ടോ, അതിനകത്ത് വെള്ളമൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ സ്പീക്കർ വാട്ടർ റിജക്ഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സ്റ്റാർട്ട് റിജക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് വെള്ളം അങ്ങനെ കയറിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം അത് ഇജക്റ്റ് ചെയ്ത് കളയുന്നതാണ്. അപ്പോൾ അത് മൂന്നാമത്തെ ഒരു ഓപ്ഷനാണ്. നാലാമത്തെ ഇതിനകത്തുള്ളത് നമ്മുടെ ഇപ്പം സ്ക്രീൻ ലോക്ക് ആണെങ്കിലും ജസ്റ്റ് സ്ക്രീൻ വേക്കപ്പ് ചെയ്തിട്ട് നമ്മൾ ഫോണൊന്ന് ഷേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആയിട്ട് വരും. അപ്പോൾ അതിൻ്റെ സെറ്റിങ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷോർട്ട് കട്ട് ആൻഡ് ആക്സസിബിലിറ്റിക്കകത്ത് പോയിട്ട് ഇതിനകത്ത് സ്മാർട്ട് മോഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിനകത്ത് കണ്ട് ഷേക്ക് ടു ടേൺ ഓൺ ദ ഫ്ലാഷ് ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഒന്ന് ഓൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഷേക്ക് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അതും ഇതിനകത്തുള്ളൊരു ഫീച്ചറാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് മറ്റേ ഡൈനാമിക് ലൈറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ ബാക്കിൽ ഒരു റിംഗ് പോലത്തെ ഒരു ഓറ റിംഗ് ഉണ്ട്. അപ്പോൾ അതിനകത്തും നമുക്ക് നോട്ടിഫിക്കേഷനും കോളും മ്യൂസിക്കിൻ്റെ ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഇത് ഓൺ ആക്കി ഇടാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതും ഓറ ലൈറ്റ് എന്ന് പറയും, ഡൈനാമിക് ലൈറ്റ് ഒരു എഫക്റ്റ് ആണ്. അപ്പം ജസ്റ്റ് നോട്ടിഫിക്കേഷൻ ഒക്കെ വരുമ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ ലൈറ്റ് കത്തിയിട്ടുള്ള ഒരു എഫക്റ്റ് വരും. പിന്നെ ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ സർക്കിൾ ടു ഇറേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പം നമ്മൾ ജസ്റ്റ് ഇപ്പോൾ എടുത്തൊരു ഫോട്ടോ ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലും സാധനം ഇറേസ് ചെയ്യണമെങ്കിൽ എഡിറ്റ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ലാസ്റ്റ് ഇറേസ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. അതെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഏതാണോ സാധനം ജസ്റ്റ് അത് സർക്കിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ താഴെ ഐഡൻറ്റിഫൈങ് എന്ന് പറഞ്ഞിട്ട് സാധനം ഐഡൻറ്റിഫൈയും കറക്റ്റായിട്ട് അത് ക്രോപ്പ് ചെയ്യും. അതിനുശേഷം അത് അവർ ഇറേസ് ചെയ്ത് മാറ്റുന്നതാണ്. 100% ആകുമ്പോഴത്തേക്കും അത് ഇറേസ് ചെയ്ത് മാറ്റി. അങ്ങനെ നമുക്ക് ഏത് ഒബ്ജക്റ്റ് ഉണ്ടെങ്കിലും നമുക്കത് ഇറേസ് ചെയ്ത് മാറ്റാം. ജസ്റ്റ് സർക്കിൾ കൊടുക്കുക, ജസ്റ്റ് ഒരു ഫ്യൂ സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും എന്താണോ അത് പക്കായിട്ട് ഇത് ഇറേസ് ചെയ്ത് മാറ്റും. അങ്ങനെ ഒരു സാധനം അവിടെ ഉണ്ടായിരുന്നു എന്ന് പോലും നമുക്ക് തോന്നിപ്പോകും. അങ്ങനത്തെ ഇറേസ് ചെയ്ത് മാറ്റാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഹിഡൻ ഫീച്ചേഴ്സ്. നിങ്ങൾക്ക് ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. ബാറ്ററി ടെസ്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ പോർട്രേറ്റ് ടെസ്റ്റ്, സൂമിംഗ് ടെസ്റ്റ്, അല്ലെങ്കിൽ വീഡിയോ ടെസ്റ്റ്, മാക്രോ, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.